തിരികെ 24 ബ്രേക്കിംഗിലേക്ക്. സെക്രട്ടേറിയറ്റ് പടിക്കൽ തലമുണ്ടനം ചെയ്തും മുടിമുറിച്ചും പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നു ആശാ വർക്കേഴ്സ്. സംസ്ഥാനത്തിന്റെ പലയിടത്തും ആശമാർക്ക് ഐക്യദാർഢ്യവുമായി പ്രതിഷേധം നടന്നു. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്നോട്ടില്ല എന്നുള്ളതാണ് ആശമാരുടെ നിലപാട്. അജീഷ് ജയകുമാർ തുടരുന്നുണ്ട്. അജീഷ്, ഈ മുറിച്ച മുടിയുമായി ഇവർ ഇപ്പോൾ എങ്ങോട്ടേക്കാണ് പ്രതിഷേധവുമായി പോകുന്നത്? വിശദാംശങ്ങൾ. അനുജ, ഈ പല ചരിത്ര സമരങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള വേദി കൂടിയാണ് ഈ സെക്രട്ടേറിയറ്റിന് മുൻവശം. അവിടെ അവർ ഇപ്പോൾ മുടിച്ച മുറി കയ്യിൽ പിടിച്ചുകൊണ്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുദ്രാവാക്യം കൊണ്ട് ഒരു പ്രകടനം നടത്തുകയാണ്. ഈ പ്രകടനത്തോടെ ഈ സമരമായി വിരാമം കുറിക്കും. ഈ സമരം, അതായത് മുടിമുറിക്കൽ സമരമാണ് ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ രാപ്പകൽ പട്ടിണി സമരവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സമരം അത് 50 നാൾ പിന്നിടുമ്പോൾ സമരം കടുപ്പിച്ചിരിക്കുന്നു. മുടി മുറിക്കുകയാണ്. ചിലരാകട്ടെ തലമുണ്ടനം ചെയ്യുന്നു. വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ ഇവർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികളും നമ്മൾ കാണുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പല നേതാക്കൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ, കെ സുരേന്ദ്രൻ ബി.ജെ.പിയുടെ സംസ്ഥാന മുൻ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. കൂടാതെ പുരോഹിതരുടെയൊക്കെ ഐക്യദാർഢ്യം അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവരും മുടി മുറിച്ച് തന്നെ ഇവർക്ക് ഐക്യദാർഢ്യം അർപ്പിക്കുകയാണ്. വെയിലും മഴയും ഒന്നും വകവയ്ക്കാതെ കഴിഞ്ഞ 50 ദിവസമായി ഇവർ പോരാട്ടം നടത്തുകയാണ്. അതിനോട് സർക്കാർ മുഖം തിരിക്കുന്നു എന്നുള്ള കടുത്ത വിമർശനമാണ് എല്ലാവരും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ സർക്കാർ എന്തെങ്കിലും തരത്തിലൊരു അനുകൂല നിലപാട് സ്വീകരിക്കുമോ എന്നൊക്കെയുള്ളതാണ് നമ്മൾ കണ്ടറിയാനിരിക്കുന്നത്. ഫെബ്രുവരിയിൽ തുടങ്ങിയ സമരമാണ്. ഇപ്പോൾ മാർച്ച് അവസാനിച്ച് ഏപ്രിൽ മാസത്തിലേക്ക് കടക്കുമ്പോൾ ഇതിനിടയിൽ മഴ വരുന്നു, മഞ്ഞുണ്ടായിരുന്നു, കടുത്ത വെയിലുണ്ടായിരുന്നു. ഇതെല്ലാം വകവയ്ക്കാതെയുള്ള അവരുടെ സമരം. മഴ വന്നപ്പോൾ ടാർപോളിൻ പൊളിച്ചു നീക്കാൻ പോലീസ് എത്തിയത്. ഇതെല്ലാം വകവയ്ക്കാതെയുള്ള അവരുടെ സമരം അതാണിന്ന് 50-ാം നാളിലേക്ക് കടന്നിരിക്കുന്നത്. അജീഷ് തുടരുന്നുണ്ട്. അജീഷ്, പറയൂ, ഇവർ എങ്ങോട്ടേക്കാണ് ഇവരുടെ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അനുജാത, സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ പല ചരിത്ര സമരങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഈ റോഡിലൂടെ, MG റോഡിലൂടെ ആശാമാർ മുടിച്ച മുറി കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടന്നു നീങ്ങുകയാണ് പ്രകടനവുമായി. അവരുടെ ആവശ്യങ്ങൾ, അവരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് അവരുടെ സമരത്തിൻ്റെ മുദ്രാവാക്യം. സമരത്തിൻ്റെ 50-ാം ദിവസം, പട്ടിണി സമരത്തിൻ്റെ 50-ാം ദിവസം, അവർ നിരാഹാരം കിടന്നതിൻ്റെ 12-ാം ദിവസം, ആ ജീവിതം വഴിമുട്ടിയതിൻ്റെ 50-ാം ദിവസം അവരുടെ ശരീരത്തിന് തന്നെ ഏറ്റവും പ്രധാനമായ ഒരു ഭാഗം മുറിച്ചുകൊണ്ട് തലമുണ്ടനം ചെയ്തുകൊണ്ട് ആശമാർ ആ ജില്ലയിലെ പല ഭാഗത്തു നിന്ന് ഇവിടെ എത്തിയ നൂറുകണക്കിന് ആശമാർ ഇവിടെ ഇപ്പോൾ പ്രകടനവുമായി മുന്നോട്ട് പോവുകയാണ്. അവർ പറഞ്ഞതുപോലെ തന്നെ പല ചരിത്ര സമരങ്ങളും ഈ വഴിയിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. ആ ദിവസം, അതായത് ചെറിയ പെരുന്നാൾ ദിവസം, ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷപ്പെട്ട ഒരു ദിവസം അവർക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നുവെങ്കിൽ അവർ എത്രയധികം മാനസിക വിഷമത്തിലൂടെയാണ്, വേദനയിലൂടെയാണ് കടന്നു പോകേണ്ടി വരുന്നത് എന്നുള്ളത് ഭരണകൂടം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അവർ 50 ദിവസമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളിൽ ഒന്നെങ്കിലും സർക്കാർ ചർച്ച ചെയ്യണം, അവരെ ചർച്ചയ്ക്ക് വിളിക്കണം, അവരുടെ ആവശ്യങ്ങൾ കേൾക്കണം എന്നുള്ളതാണ് ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ സമരത്തിൻ്റെ 50-ാം ദിവസം സമരം ശക്തമാക്കുന്നത്. ഈ സമരം ഇപ്പോൾ, അതായത് പ്രകടനമായി മുടിമുറിച്ച സമരം 11 മണിയോടെ മുടിമുറിച്ച ശേഷം അവർ പ്രകടനമായി മുടിച്ച മുറി ഉയർത്തിക്കൊണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ, ഈ വേദിയിലൂടെ, ഈ റോഡിലൂടെ നടന്നു നീങ്ങുകയാണ്. ഈ 50 ദിവസം ഫെബ്രുവരി 10-നായിരുന്നു ഈ സമരം ഇവർ തുടങ്ങിയത്. ആ തുടക്കത്തിൽ ഇവരെ പരിഹസിക്കുകയും അപമാനിക്കുകയുമൊക്കെ ചെയ്തിരുന്നു. അവർ നേരിട്ട അപമാനം, അവർ നേരിട്ട പരിഹാസം, ഇതിനൊക്കെയുള്ള മറുപടി കൂടിയാണ് ഈ ചരിത്ര സമരം. ഈ സമരം ഇവിടെ ഒരു ചരിത്രമായി മാറുമെന്ന് തന്നെയാണ് ആശാ വർക്കർമാർ പറയുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 50-ാം നാൾ, നിരാഹാര സമരത്തിന്റെ 12-ാം നാൾ, സമരം കൂടുതൽ കടുപ്പിച്ചിരിക്കുന്നു ആശാ വർക്കേഴ്സ്. അവരുടെ മുടി മുറിക്കുകയാണ് അവർ ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ചെയ്തത്. ആ മുറിച്ച മുടിയുമായുള്ള അവരുടെ പ്രതിഷേധം അത് കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു നീങ്ങുകയാണ് ആശമാർ. ഇനിയെങ്കിലും സർക്കാർ തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കണം, അനുഭാവപൂർവ്വം പരിഗണിക്കണം എന്നുള്ളൊരാവശ്യം അവർ ഉയർത്തുകയാണ്. എന്താണ് സർക്കാരിന് ഈ വിഷയത്തിൽ പറയാനുള്ളത്, എന്തെങ്കിലും പറയാനുണ്ടോ, നമ്മൾ കാത്തിരിക്കുകയാണ്.